by the rivers of Babylon, there we sat down. Hey, hey, we യോ ഒന്ന് പതുക്കെ പാടണ്ടപ്പാ. എന്നാ ഒരെണ്ണം കൂടെ താടി മോളെ. ശരി ഇപ്പൊ അങ്ങനെയാ. ആ അയ്യോ ഒന്ന് പതുക്കെ വലിക്കപ്പാ. മതി. അപ്പ നല്ല ഫിറ്റാണേ. ഇല്ലടി, തല ഇപ്പോഴും നല്ല സ്റ്റഡി ആണല്ലോ. ആ ബോഡിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട, പണ്ടേ സ്റ്റഡി ആണല്ലോ. അപ്പനെ ഒന്ന് ടച്ച് ചെയ്യിക്കടി. അന്ന് ഇറങ്ങിയെടുത്താ. ആ അപ്പാ ഓ ഭവ്യ ടീച്ചർ കല്യാണമാണ് അപ്പ മറ്റന്നാ പോണം. ആഹാ ആഗ്രഹമില്ല എന്നിട്ടല്ലടി, അപ്പൻ എങ്ങനെ വരാനാ? അതല്ലപ്പാ, എനിക്കൊരു ചുരിദാർ എടുക്കണം. അത്രേ ഉള്ളോ? എഫിയെ അവക്ക് ഒരു ചുരിദാർ എടുത്ത് കൊടുക്കടി. ടീച്ചറെ കല്യാണല്ലേ, നീ യൂണിഫോം ഇട്ടിട്ട് പോയാ മതി ട്ടാ. മോളി യൂണിഫോം ഇട്ടിട്ട് പോയാ മതി. അപ്പാ നമ്മൾ അപ്പന്റെ ഏതെങ്കിലും ഒരു പഴയ ഷർട്ട് ഇട്ടിട്ട് പോയിക്കാം. ഒരെണ്ണം കൂടി ഒഴിച്ചേടാ. അമ്മാമേ വേണ്ടാട്ടാ. താടി ഇല്ലടി, നീ അമ്മമ്മക്ക് ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തേ. അമ്മ നമ്മളെ പോലൊന്നുമല്ല, ഭയങ്കര സ്ട്രോങ്. ആ ഞാൻ പറഞ്ഞില്ലേ അപ്പൻ എപ്പോഴേ ഫിറ്റാന്ന്. ഇവനെന്താ ഇപ്പൊ? ആരേത്? നീ ആ കുപ്പി എടുത്ത് മാറ്റി. എന്തിട്ടാ എന്താണ്ടായി നേരത്ത്? ചേച്ചിയെ അവനെ കിറുക്കന്മാരെ ഏറ്റി. ഏവനെ? നമ്മുടെ സത്തനെ. സത്തനാ? ആ എന്റെ കൂടെ നടക്കണില്ലേ? ഒരു വെളുത്തിട്ട് പൊക്കത്തിൽ ഒരു യമ്മണ്ടാവ്. മഹാബ്രാക്കേച്ചി പാവണ്ടാവാ. ചേച്ചി ഒന്ന് വായോ പ്ലീസ്. അവനൊന്നും ഇറക്കാൻ ഞാനില്ല. തൊട്ടിത്തരം കാണിച്ചിട്ടേ പോലീസ് വെക്കും. നമ്മുടെ സുമേച്ചില്ലേ അവർക്കൊരു പൊതയെ കൊടുത്തതാ, അതിനാണ്. അത്ര വലിയ കേസൊന്നല്ല എന്റെ ചേച്ചിയെ. ഡബിളേരെ, നിങ്ങൾ ഈ നേരത്തെ ആരിറക്കണ കാര്യടായി പറയണേ? ഒന്നില്ലപ്പാ, ഇത് ഞാൻ നോക്കിയോളാം. ഇതിപ്പോ ഏത് ചേച്ചി ഇപ്പൊ വന്നില്ലെങ്കിൽ ആടാക്കള് ഫുൾ കേസ് അവന്റെ തലയിൽ ഫിറ്റ് ചെയ്യും. പിന്നീട് അവനെ കാണാനോട് കിട്ടില്ല, അതുകൊണ്ടാണ്. കാല് പിടിക്കുക ചേച്ചി. അതൊരു കഥയില്ലാത്തടാവാ. ഒന്ന് ഇറക്കേച്ചിയെ. എഫിയെ ആപ്പാ നീ പോണെങ്കി ഒറ്റക്ക് പോണ്ടട്ടാ. ഇതേ പില്ലേം കൂടെ കൂട്ടിക്ക പ്ലീസ്. ഒന്ന് വായിച്ചേ. ശരി നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. ശരി. വണ്ടി എടുക്കാം. അഷ്ടിക്ക് വകയില്ലാത്ത കയ്യിലെടുത്തമാര് ചേച്ചിന്ന് വിളിച്ചപ്പോ അവള് ചിരിച്ചു വിളിയും കേട്ടു. പാലിനും കൊണ്ട് ഓടിയിട്ടിരിക്കുന്ന ചിരിച്ചാണിച്ച് നിനക്ക് എന്തുട്ട് കുഴപ്പം? அடி கண்ணாடி முக்குத்தி மாணிக்க சிவப்பு மச்சான இருக்குதடி. മിണ്ടാണ്ട് നേട്ടാ. ഇല്ലെങ്കിലോ വണ്ടി അത്യാവശ്യം ഞാൻ പറയാം. വാ, അത്യാവശ്യക്കാരമുള്ള ചെല്ല് ചെല്ല്. ആ കുട്ടി വിളിക്കുന്നുണ്ടല്ലേ. നീയൊക്കെ കാറും ബംഗ്ലാവ് ഉള്ളിടത്തേക്കേ പോവുള്ളൂ അല്ലേ? എടി ഇന്ത്യൻ റുപ്പി തന്നെയാണ് ഞാനും തരണത്, അതും പുത്തൻ, അല്ലാതെ ഓൾഡ് അല്ല. 1.5 മണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അറിയോ എനിക്കൊക്കെ? ഞാനും വരട്ടെ ഞാനും വരട്ടെ അടുമയ്ക്കും കാറിനുള്ളിൽ എന്താ ഈ സമയത്ത്? കുറച്ച് ആയല്ലോ കണ്ടിട്ട്. ഇതെന്തൂട്ടാ സാറേ കേസ്? കഞ്ചാവ്. കഞ്ചാവാ? ആന്ന്. താടി കണ്ടറിഞ്ഞൂടെ? എന്ത് താടി? അപ്പീശോയോ ആളോട് എന്നിട്ട് കിട്ടിയാ സാറിന് കഞ്ചാവ്? ആ കിട്ടിയില്ലേ? ആ കിട്ടി കിട്ടി. ആ കിട്ടി. സുമേച്ചി ഒന്നിങ്ങടെ വന്നേ. ചേച്ചി ഇങ്ങടെ വാ. ആഹാ, എന്റെ എഫിയെ ഈ വക കേസിലൊന്നും ഇടപെടണ്ടാ. ഇതൊക്കെ ഒരു ജാതി ചീഞ്ഞമ്മണാണ്. ഇതൊക്കെ ചീഞ്ഞാലല്ലേ സാറിനെ പോലുള്ളവർക്ക് വളാവുള്ളോ? മനസ്സിലായില്ല. സുമേച്ചിയെ അതിങ്ങടെ അടുത്ത് വെച്ചേ. സാറേ, ഇത് സുമേച്ചിക്ക് കൊടുത്ത കഞ്ചാവ്, ഇത് ലീലേച്ചിക്ക് കൊടുത്തത്. അപ്പൊ ഇതാണ് അവൻ ഇവർക്ക് കൊടുത്തത്. ഈ കോണ്ടം കൊടുക്കുന്നത് ക്രൈമാണോ സാറേ? സാറേ ഫ്ലേവർ കഞ്ചാവാടാ. അല്ലടാ സ്ട്രോബെറിയാ. എടാ ഇതിപ്പോ സീൻകോ കൊണ്ടുവരല്ലോ. എഫിയെ ഉള്ളതാ പറയാം. ദേ കണ്ട, കഴിഞ്ഞ ദിവസം പിടിച്ച മുതലോളാ. പുതിയ SI അറിയാലോ. രാവിലെ സാറാ വരുമ്പം ഇതില് പകുതി ഇവന്റെ തലയിലാ കയറും. പിന്നെ ഇവന്മാര് പുണ്യാളന്മാരൊന്നുമല്ലല്ലോ. വണ്ടിപ്പൊളിയും തല്ലും കുത്തൊക്കെ ആയിട്ട് ആവശ്യത്തിനുണ്ടല്ലോ. ഏത്? അതൊക്കെ ശരി തന്നെയാ.
പക്ഷെ അവൻ ഈ ചെയ്തത് ഒരു നല്ല കാര്യല്ലേ സാറേ? അതെ സാറേ, ഈ ഫീൽഡിൽ നിൽക്കുമ്പോ ഏറ്റവും റിസ്ക് എന്ന് പറയണത് സേഫ്റ്റിനെയാണല്ലോ. അല്ല, സാറിനറിയാലോ. അയ്യടാ എഫിയെ, നിനക്ക് നിർബന്ധാണേലും ഇവനെ ഞാൻ വിടാം. പക്ഷേ ഇവന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള നിന്റെ ഉറപ്പില് എന്തേ പറ്റുമോ? എന്താ നിനക്കൊന്നും പറയാനില്ലേ? അവൻ എന്ത് പറയാ? ചേച്ചിയെ അവനെ മിണ്ടാൻ പറ്റില്ല. ചെവിടും കേക്കില്ല, മ്യൂട്ടാ. എഫിയൊന്നും പറഞ്ഞില്ല. ഞാൻ നോക്കിക്കോളാം സാറേ. ഓ, എന്നാ പിന്നെ കൊണ്ടുപോക്കോ. വേലു ഒന്ന് എഴുതി വാങ്ങിക്കേട്ടാ. ഓക്കെ. ചെല്ലടാ. ഞങ്ങളെ കൂടി കൊണ്ടുപോയ ചേച്ചി. ചേച്ചിയെ ദൈവം കാക്കും ചേച്ചി. സാറേ, അപ്പൊ ഇത് ഞാൻ ഓ, സേഫ്റ്റി കൊണ്ടുപോക്കോ. ചേച്ചി ദാ, എനിക്കില്ലേ സേഫ്റ്റി? നിനക്ക് ഞാൻ തരാട്ടാ സേഫ്റ്റി. ഇവനിത് എന്തിന്റെ സൂക്കേടാടാ? ഒരു കോണ്ടം കച്ചവടം. അതവന്റെ ഫീലിംഗ് ചേച്ചി. ഇനി അവനെ പോലെ ഒരുത്തൻ തെരുവില് വേണ്ടെന്ന്. ചേച്ചി ഒന്ന് വരണ്ട. പോവാ. അമ്മമ്മ ഡേറ്റിങ്ങിലല്ലേ? ദേ പീലി, അപ്പന് മരുന്നെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തുട്ടടി അവിടെ ചെയ്തോണ്ടിരിക്കണേ? എല്ലാത്തിനും എന്റെ കൈ ഇറങ്ങാറായില്ലടി പോത്തെ. അപ്പൊ വായ പറഞ്ഞേ. ആ എഫിയെ, ആ അവറ്റോള് കുറെ നേരം ആയാലടി അവിടെ കുത്തിയിരിക്കണ് ഓരല് പണയം വെച്ചമാര്. എന്തുട്ടാന്ന് വെച്ചാ ഒന്ന് പറഞ്ഞോടേ. ഇരിക്കട്ടെ അവിടെ. പോയിട്ട് വേറെ ഉദ്യോഗമൊന്നും ഇല്ലല്ലോ. ഉണ്ടോടാ? കണ്ടില്ലേ മോന്തയിലും ഒരു നിഷ്കളങ്കത. ചേച്ചി എന്താടി? എന്റെ ചോറ്റും പാത്രം. നാ. അപ്പ ആ ഞാൻ ഇറങ്ങോട്ടോ. മോള് മാഷ്മാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോളട്ടാ. ശരി അപ്പ, ബൈ. എന്തേ? അല്ല, ചേച്ചി വരാൻ പറഞ്ഞില്ലേ? എന്നാ നീ പോയിക്കോ. ഏ എനിക്ക് ഇവനെ വേണ്ടേ. എന്തിനാ ചേച്ചിയെ? ഇവൻ ഇനി ഒരു കേസിലൊന്നും പെടില്ലെന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തേ. അതുകൊണ്ട് ഇനി കുറച്ചാലും ഇവൻ എന്റെ കൺവട്ടത്തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ ചേച്ചി ഇവൻ എന്ത് ചെയ്യാൻ പോവാ? ഞാനോ? ഞാനിവന് മാന്യമായിട്ടൊരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ പോവാ. എന്തേ വിരോധമുണ്ടോ? ഏയ്, ഇവന്റെ കുറെ കച്ചറ കൂട്ടുകെട്ടൊന്നും ഒഴിവാവും, അത്രേ ഉള്ളൂ. അന്ന് ഞാനങ്ങോട്ട്. ഓ, അവിടെ ഇരുന്നോ. ദേ, ഇനി ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ചെകിട അടിച്ച് പൊട്ടിക്കും ഞാൻ. അപ്പാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കടാ. അങ്ങനെ അല്ല, ഒരു പഞ്ചില പറഞ്ഞു കൊടുക്ക്. ഡേടി മതിയടി, അവനെ കൊല്ലണ്ടേ. ഞാനങ്ങോട്ട്. എന്റെ ദൈവമേ.